അതെ, അയാളെന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോണ്ട് വരും. എന്താ വരുന്നില്ലേ? വാ. നില്ലടി, പ്രിയനും പാറും ജോയിൻ ചെയ്യുന്ന ദിവസമല്ലേ ഇന്ന്. അവര് വന്നിട്ട് പോവാം. നേരത്തെ വന്നെങ്കിൽ ജോലി ചെയ്ത് തുടങ്ങിക്കൂടെ? ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയാണോ കമ്പനി നിങ്ങൾക്ക് ശമ്പളം തരുന്നേ? നിശ ചേച്ചി, ചേച്ചിക്ക് ഈ കമ്പനിയോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അവസരം കിട്ടുമ്പോഴൊക്കെ ഇവരുടെ മെക്കെട്ട് കയറി കരുണാകരൻ സാറിന്റെ മുന്നിൽ സ്കോർ ചെയ്യാനുള്ള പരിപാടി ചേച്ചി അങ്ങ് നിർത്തിയേക്ക്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ കരുണാകരൻ സാറിനോട് പരാതി പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. സൂപ്പർവൈസർ പോസ്റ്റില് ഇരിക്കുന്നുണ്ടല്ലേ ചേച്ചി ഈ ജാട കാണിക്കുന്നത്. അതിന്റെ കാര്യത്തില് ഇന്നത്തോടെ തീരുമാനമാവും. പ്രിയം വീണ്ടും ജോലിക്ക് കയറാൻ പോവാ. ചേച്ചിയുടെ ഭരണം ഇന്നത്തോടെ അവസാനിക്കും. ആറും പ്രിയം ചേട്ടന് വരുന്നു. കണ്ടോ, അവര് ഒരേ കളർ ഡ്രസ് ഇട്ടാ വന്നിരിക്കുന്നത്. നീ നേരത്തെ പറഞ്ഞിട്ടെങ്കിലേ ഞാനും മെറൂൺ ഷർട്ട് ഇട്ട് വന്നേനെ. ഡ്രസ്സിൽ മാത്രം പൊരുത്തണ്ടായിട്ട് കാര്യമില്ല മോഹൻ ചേട്ടാ, മനപ്പൊരുത്തം കൂടെ വേണം. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയല്ലേ. ബാക്കി ആരെങ്കിലും കേട്ട് കൈലാസ് സാറിന്റെ ചെവിയിലെത്തിയ എല്ലാം കുളാവും. ഓ, ഞാനത് മറന്നു. ഈശ്വര, ഇവളോട് ഇതൊന്നും പറയണ്ടായിരുന്നു. ഇവള് തന്നെ കൈലാസ് സാറിനോട് എല്ലാം പറയുമെന്ന എന്റെ പേടി. നിങ്ങൾക്ക് ഈ കമ്പനിയിൽ എന്താ പരിപാടി? എനിക്ക് ദേഷ്യം വന്നതിന് മുമ്പേ രണ്ടെണ്ണോടൊന്ന് പൊക്കൊള്ളണം. ഞങ്ങൾ എന്തിനാ സാറേ പോകുന്നത്? സാറ് രാജിവെച്ചത് മറന്നുപോയാ? ഒരിക്കൽ രാജിവെച്ച് കഴിഞ്ഞാലേ പിന്നെ തിരിച്ചെടുക്കില്ലെന്നാ ഈ കമ്പനിയിലെ റൂൾസ്. പ്രിയനോട് വരണ്ടെന്ന് പറയുന്നതിന് ഒരു ന്യായമുണ്ട്. പാറുവിനോട് എന്തിനാ പോകാൻ പറയുന്നത്? പിന്നെ ഇവിടെയുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലിയാ ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കുന്നു വിചാരിച്ചോ? ഇന്നലെ തന്നെ ഇവിടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതാ. വേഗം ഇവിടുന്ന് പൊക്കൊള്ളണം. ആരോട് ചോദിച്ചിട്ടാ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത്? ഞാനാണ് പ്രൊഡക്ഷൻ ഹെഡ്. എനിക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ചലക്കാതെ ഇറങ്ങിപ്പോടി. പോണോ വേണ്ടയോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തെന്ന് പറ. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ബാഗ് കത്തിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം ഉള്ളത്? മാനേജ്മെന്റ് പറയുന്നത് നടപ്പിലാക്കല്ല എന്റെ ജോലി. അവിടെന്ന് പറഞ്ഞാലേ നിന്റെ ബാഗ് മാത്രല്ല, നിന്നെ ഞാൻ കത്തിക്കും. നിനക്കെന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിലേ നീ അവരോട് പോയി ചോദിക്കേ. ശരി, കൈലാഷ് സാറ് വരട്ടെ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോളാം. എടി പട്ടിക്കാട്ടുകാരി, നിന്റെ ബാഗ് കത്തിക്കാൻ പറഞ്ഞതേ കൈലാഷ് സാറാ. ഇനി എന്ത് സംസാരാണെങ്കിലും നേരിട്ട് കൈലാഷ് സാറിനോടായിക്കോ. ഇത് ജോലി നടക്കുന്ന സ്ഥല. ഇവിടെ ഉള്ളവരെ ശല്യപ്പെടുത്താതെ നീ പോവാൻ നോക്ക്. പറ്റില്ല. ഞങ്ങളോട് ജോലിക്ക് വരാൻ പറഞ്ഞത് കൈലാഷ് സാറാ. അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ പൊയ്ക്കോളാം. അല്ലാതെ നിങ്ങളുടെ വാക്ക് കേട്ട് ഞങ്ങൾ പോവില്ല. ചക്ക, നീ ആരോടാണ് കളിക്കണെന്നറിയോ? അറിയാമേ, ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹെഡായ കരുണാകരൻ അവർകളോട്. സാറ് കൈലാഷ് സാറ് പറയുന്നതെല്ലാം ചെയ്യുന്നല്ലേ പറയുന്നത്. ഇപ്പൊ ഞങ്ങളോട് ജോലിക്ക് കയറാൻ പറഞ്ഞതും കൈലാഷ് സാറാ. പിന്നെന്താ പ്രശ്നം? പ്രശ്നമുണ്ടടി. ഈ വിഷയത്തിൽ കൈലാസ് സാറല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിലേ കഴുത്തിന് പിടിച്ചാൻ പുറത്താക്കും. എന്താ സാറേ